നിങ്ങൾ അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് സമയം എത്ര ചെലവഴിക്കാറുണ്ട്? അനാവശ്യമായ വാർത്തകളും ഫോർവേഡുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും തംസപ്പുകളും തംസ് ഡൗണുകളും എന്തിനാണിതൊക്കെ? നന്മകൾ സ്വീകരിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നല്ലാതെ ആധുനികമായ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയും അനാവശ്യമായി നമ്മുടെ സമയം കൊല്ലുകയെന്ന് മാത്രമല്ല, ഒരുപാട് ഗീബത്തുകളും നമീമത്തുകളും ഖദ്ഫടക്കമുള്ള മാരകമായ തെറ്റുകൾ, വളരെ ഗുരുതരമായ പാപങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വരുന്ന കാലം. അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ കലാം എടുത്ത് ഓതി നോക്കട്ടെ. നമ്മുടെ പള്ളികൾ എത്ര മനോഹരം, എത്ര സൗകര്യമുള്ള മസ്ജിദുകൾ, എത്രയെല്ലാം മുസ്ഹഫുകൾ, എത്ര മനോഹരമായ പ്രിന്റ്, നല്ല ലൈറ്റ്, നല്ല വെളിച്ചം. നമ്മുടെ മുൻഗാമികൾക്ക് അതുണ്ടായിട്ടുണ്ടോ? രാത്രികൾ അവർക്ക് ഓതാൻ പ്രയാസമല്ലേ? മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിലല്ലേ നമ്മുടെ ഉപ്പമാര്, നമ്മളൊക്കെ ചെറുപ്പകാലങ്ങൾ വളർന്നു വന്നത്. ഇന്ന് എത്ര റാഹത്താണ്, എത്ര വെളിച്ചമുണ്ട് നമ്മുടെ വീടുകളിൽ. ആ വെളിച്ചത്തിന്റെ ഒരു ശുക്ർ. നമ്മുടെ വീടുകൾ അള്ളാഹു തന്നതിന് ശുക്ർ. നമ്മുടെ സൗകര്യങ്ങൾക്ക് അള്ളാഹുവിനോട് ചെയ്യേണ്ട ശുക്ർ. നമ്മൾ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എത്ര ദുർബലമാണ്. നിങ്ങൾ അൽ ബഖറയും ആൽ ഇംറാനും മുത്തനബി തങ്ങൾ ഒരു റക്അത്തിൽ, ഇതോടൊപ്പം സൂറത്തുൽ നിസാ ഓതിയിട്ടുണ്ട്, സൂറത്തുൽ മാഇദ ഒരു റക്അത്തിൽ ഓതിയിട്ടുണ്ട് നബി തങ്ങൾ. 4 സൂറകൾ ഒരൊറ്റ റക്അത്തിൽ, രാത്രി നിസ്കാരത്തിലെ ഒരു റക്അത്തിൽ. ഈ ദീർഘമായ ജുസ്ഉകൾ വരുന്ന ഈ സൂറത്തുകൾ ഒരു റക്അത്തിൽ നബി തങ്ങൾ ഓതിയത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഇതേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതാണ് അത്ഭുതം. ഇബ്നു മസ്ഊദേ നിങ്ങൾ ഓതണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ഓതാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. അതിന്റെ ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒന്നും മനസ്സിലായില്ലെന്നിരിക്കെ ഇത് അള്ളാഹുവിന്റെ കലാമാണ്, എന്റെ റബ്ബെന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അത്രയെങ്കിലും വേണം. എന്നല്ലാതെ നമ്മൾ ഖുർആൻ ഓതുന്നു, അശ്രദ്ധമായിരിക്കുന്നു, അങ്ങനെ ആവല്ലേ. ഇതെല്ലാം ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസ്സിൽ ശ്വാസോച്ഛ്വാസം എന്ന മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും സങ്കീർണമായ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം. ഗ്യാസാണ് നമ്മൾ അകത്തെടുക്കുന്നത്, ഓക്സിജൻ. കാർബൺ ഡയോക്സൈഡ് നമ്മളത് പുറത്തേക്ക് വിടുന്നു, അകത്തേക്ക് ഓക്സിജൻ എടുക്കുന്നു. നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ചെന്ന്, ശ്വാസകോശത്തിന്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ രക്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓക്സിജൻ, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഓക്സിജൻ. നമ്മൾ ആലോചിക്കുന്നുണ്ടോ? മനുഷ്യന്റെ ഒരു ശ്വാസോച്ഛ്വാസം, ഒരു നഫസ് എന്ന അറബിയിൽ പറയുന്ന നഫസ്, നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മുടെ നഫ്സ് തന്നെ, ശരീരം തന്നെ നിലനിൽക്കുന്നത് നഫസ് കൊണ്ടാണ്. ആ ശ്വാസോച്ഛ്വാസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഹൃതം അല്ലാഹുവിന്റെ കലാം ഓതുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസായിൽ ഓതാൻ തുടങ്ങി. നബി തങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുകയാണ് സൂറത്തുൻ നിസായിലെ 41ാമത്തെ ആയത്ത്. ഓതി വന്ന കൂട്ടത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فكيف إذا جئنا من كل أمة بشهيد فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. നബിയേ فكيف إذا جئنا من كل أمة بشهيد. നബിയേ, അങ്ങയുടെ മുമ്പ് കഴിഞ്ഞു പോയ തലമുറകളിൽ പ്രവാചക ശ്രേഷ്ഠന്മാർ വന്നുപോയ കാലഘട്ടങ്ങളിൽ, അതത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ അവർ വന്നപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത് എന്നറിയാൻ ജനങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രവാചകന്മാർ നന്മ പഠിപ്പിക്കുന്നവരാണ്, അവരെ ബഹുമാനിച്ചിട്ടുണ്ടോ? അവർ പറയുന്നത് ശ്രവിച്ചിട്ടുണ്ടോ? എന്താണ് അവർ ഉത്തരം കൊടുത്തത്? അതിന്റെ മറുപടി റബ്ബിനറിയാം. എന്നാൽ പരസ്യമായി കോടാനുകോടി ആളുകൾ നിൽക്കുന്ന റബ്ബിന്റെ മശ്റയിൽ വെച്ച് അള്ളാഹു ഓരോരോ സമുദായങ്ങൾ വിസ്തരിക്കും വിചാരണയ്ക്ക് വേണ്ടി. അവരുടെ കൂടെ അവരുടെ നേതാവായ അള്ളാഹുവിന്റെ പ്രവാചകനും കൂടെ ഉണ്ടാകും. ഫകൈഫ ഇദാ ജിഇനാ, അതാണ് ഖുർആൻ പറയുന്നത്. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. ഓരോരോ സമുദായത്തിൽ നിന്ന് അവർക്ക് സാക്ഷി പറയാനുള്ള ആളുകളെ നമ്മൾ വിസ്തരിക്കുകയും വജിഇനാ ബിക അലാ
ഹൗലാഇ ഷഹീദാ, അങ്ങയുടെ മുമ്പിലിരിക്കുന്ന ഈ സ്വഹാബികൾക്ക് മുഴുവനും സാക്ഷി പറയാൻ നബിയെ നിങ്ങളെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ ഹബീബിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നബി തങ്ങൾ കരയാൻ തുടങ്ങി. മദീ ബിൻ മസ്ഊദേ ഹസ്ബുകൽ ആൻ, ഹസ്ബുകൽ ആൻ, മദീ ബിൻ മസ്ഊദേ മതി മതി. സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്തെത്തിയപ്പോൾ ഹബീബിനെ പറ്റിയാണ് അല്ലാഹു പറയുന്നത്. നാളെ നമുക്ക് വേണ്ടി ഹബീബിനെ വിസ്തരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവന്ന് എന്റെ റസൂൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, എന്റെ ഹബീബിന്റെ ആ ഹദീസുകളും ആയത്തുകളും ഖുർആനും ദീനും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കുകയും നമ്മൾ കുറ്റക്കാരായി നിൽക്കുമ്പോൾ നമുക്ക് സാക്ഷി പറയാൻ മുത്തുനബി അല്ലാഹു വിസ്തരിക്കുകയും ചെയ്യുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഹസ്ബുകല്ലാൻ, മദീ ബിൻ മസ്ഊദേ മതി, നിർത്തുക നിർത്തുക, ഇനി ഓതല്ലേ എന്ന് നബി തങ്ങൾ പറയുകയും ഞാൻ കണ്ടു നോക്കുമ്പോൾ ഫഇദാ ഐനാഹു തദ്രിഫാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഞാൻ കാണുകയായിരുന്നുവെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ അന്നേരം കരയുകയായിരുന്നു. മഹ്ശറയെ ഓർത്തുകൊണ്ട് ഹബീബ് കരയുകയായിരുന്നു. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ അങ്ങനെ ആവട്ടെ. അല്ലാഹു പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓർമ്മ വരണം നമുക്ക്. ആ ഓർമ്മ വരും എപ്പോഴെന്നറിയോ? ഒരു മാരകമായ അസുഖം ശരീരത്തിലുണ്ടെന്ന് വരുമ്പോ അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ, അല്ലാഹു കാവൽ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ക്യാൻസറിന്റെ സ്റ്റേജുകളിൽ ഇന്ന സ്റ്റേജ് എത്തി, ലാസ്റ്റിലാണ്. റേഡിയേഷൻ ചെയ്തിട്ട് കാര്യമില്ല, കീമോ ചെയ്തിട്ട് കാര്യമില്ല, കൊണ്ടുപോയിക്കോളും വീട്ടിലേക്ക്. രോഗികളോട് പരസ്യമായി ഡോക്ടർമാർ സംസാരിക്കും, നിങ്ങൾക്ക് ഇന്ന രോഗമാണ്, ഞങ്ങളുടെ കണക്ക് പ്രകാരം ഇത്രയേ നിങ്ങൾക്ക് ആയുസ് കാണുന്നുള്ള, 2 മാസം, 1 ദിവസം, 1 മാസം, 2 ആഴ്ച എന്ന് രോഗികളോട് പറയുന്ന കാലമാണിത്. രോഗിയുടെ അവകാശമാണ് അത്രയത്. രോഗികളോട് പറയും ഡോക്ടർമാർ, പച്ചയിൽ പറയും. നമ്മൾ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ പറയുന്നതിന്റെ പൊരുൾ നമുക്ക് അന്നേരം ശരിക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരുങ്ങുന്നത്. ഞാൻ എന്തു ചെയ്തു റബ്ബേ, ഞാനിപ്പോ എന്തു ചെയ്തു? സമയം കഴിഞ്ഞല്ലോ, 2 ആഴ്ച ഇത്രയുള്ളൂ എന്റെ മുമ്പിൽ, 1 മാസം, 4 മാസം കഴിഞ്ഞാൽ ഞാൻ മണ്ണിന്റെ ഉള്ളിലേക്കോ പടച്ചവനെ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. സമയമുണ്ടോ? ഇനി ഞാൻ ഓതിച്ച് എവിടെ എത്താൻ? ഓത്തുപോലും പഠിച്ചില്ലല്ലോ, ഖുർആൻ ഓതാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ എവിടുന്ന് പഠിച്ചു തുടങ്ങും? അതുകൊണ്ട് മുഅ്മിനേ, സമയമുണ്ട്. യൗവനം തീരും മുമ്പേ മറുപടി പറയണം. അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി നമ്മൾ എത്ര നേരമാണ് ചിലവഴിക്കുന്നത്? എത്ര നേരം? അല്ലാഹുവിന്റെ കലാമുമായി നമുക്ക് ബന്ധമില്ലെങ്കിൽ ആത്മീയമായ ഉത്തേജനം എവിടെ നിന്ന് കിട്ടും? ആത്മീയ വെളിച്ചം എവിടെ നിന്ന് കിട്ടും? പൈശാചികതയുടെ സർവന്ധാകാരത്തിൽ നിന്ന് നന്മയുടെ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോവാൻ അല്ലാഹുവിന്റെ കലാമിനല്ലാതെ എന്തിനാണ് കഴിയുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിന് വേണ്ടി സമയം ചെലവഴിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ കലാമുമായി അടുത്ത ബന്ധം പുലർത്താൻ അല്ലാഹു നമുക്ക് തന്നെ തൗഫീഖ് നൽകട്ടെ. അവന്റെ അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട് ബക്കറ്റുമായിട്ട്. നിങ്ങൾ ഉദ്ദേശിച്ച നല്ലൊരു സ്വതക്ക നമ്മുടെ ഈ പരിപാടിയിലേക്ക് കൊടുക്കുക. അള്ളാഹു അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വിധിച്ച എന്തെങ്കിലും വിപത്തുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്വതക്ക കൊണ്ട് അള്ളാഹു തട്ടി ദൂരത്താക്കട്ടെ. അതുകൊണ്ട് കാര്യമായ നല്ല കനത്തിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കൊടുക്കണം. സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ അത്ഭുതമാണ്. സയ്യിദ് ഖുതുബിന്റെ ഫീലുലാനിൽ ഖുർആൻ എന്ന വ്യാഖ്യാനം എഴുതിയ സയ്യിദ് ഖുതുബുണ്ട്. അദ്ദേഹത്തിന്റെ വിവിധ വീക്ഷണങ്ങളുണ്ട്. നമ്മൾ ഇതിലേക്കല്ല പോകുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അതൊന്നും ഇന്ന് മെജോറിറ്റി ഓഫ് ഉലമ അംഗീകരിക്കുന്ന വിഷയങ്ങളല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ ഒരുപാട് നന്മകൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഈജിപ്തിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു കപ്പൽ വഴി, സൂയസ് കനാൽ മുറിച്ച് ആ വഴി അദ്ദേഹം മെഡിറ്ററേനിയൻ കടൽ കഴിഞ്ഞ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോകുന്ന തൻ്റെ ഒരു യാത്രയുടെ കഥ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എഴുതിയ സയ്യിദ് ഖുതുബ് പറയുന്നുണ്ട്. അവരെ ഒരു 10-20 ഈജിപ്ഷ്യൻ ചെറുപ്പക്കാരോടുകൂടെയാണ് സയ്യിദ് ഖുതുബ് ഈജിപ്തിൽ നിന്ന് പോകുന്നത്. കപ്പലിലാണ് യാത്ര. അപ്പോൾ ചെക്കോസ്ലോവാക്യരായ ചെക്ക് റിപ്പബ്ലിക്കിലെ പൗരന്മാർ, ഒരു സംഘം ആളുകൾ ആ കപ്പലിലുണ്ട്. അവരും അടക്കം ഈ മുസ്ലിം ചെറുപ്പക്കാർ, അറബികൾ, ഈജിപ്തുകാർ, മിസ്രികൾ, അവരും ഒരുമിച്ച് കപ്പലിൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ യാത്രയാണ്. അന്ന്
അവരാ കപ്പലിൽ ജുമുഅ നിസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മസ്അലകൾ എന്താണെന്നതല്ല ഞാൻ പറയുന്നത്. സയ്യിദ് ഖുതുബദിൽ ഇമാമു നിന്നു, സബ്ബിഹിസ്മ റബ്ബിക്കൽ അലയും ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ഈ 2 സൂറത്തുകളും 2 റക്അത്തിലായി നിസ്കരിച്ചു. പിന്നിൽ ചെറുപ്പക്കാരായ ഒരു സംഘം ആളുകൾ, അവരുടെ മറ്റു മുസ്ലിമീങ്ങളായ ആളുകളും ഈജിപ്തുകാരും അടക്കം ഒരു സംഘം ആളുകൾ അവിടെ ജുമുഅ നിസ്കരിച്ചു. സയ്യിദ് ഖുതുബിൻ്റെ ഖുർആനിൻ്റെ പാരായണം കേട്ടിട്ട് ചെക്കോസ്ലോവാക്യക്കാരിയായൊരു പെണ്ണ് പൊട്ടിക്കരഞ്ഞു. അവൾക്ക് അറബി അറിയില്ല, പൊട്ടിക്കരഞ്ഞു. ഹൽ അതാക ഹദീസുൽ ഗാഷിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. നരകത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അവിടെ, സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഹൽ അതാക ഹദീസുൽ ഗാഷിയ. ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അറബ് ഭാഷ അറിയാത്ത ചെക്കോസ്ലോവാക്യക്കാരിയായ ഈ പെണ്ണ്, ചെക്ക് റിപ്പബ്ലിക്കുകാരിയായ യുവതി പൊട്ടിക്കരഞ്ഞപ്പോ ഗൈഡിനോട് ചോദിച്ചു, ഇദ്ദേഹം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം, എന്തിനാണ് ഇവർ കരയുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോ അവരുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു കുലുക്കം, എന്തെന്നില്ലാത്തൊരു പെടക്കൽ, എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു എന്നവർ പറയുന്നു. വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോ അറബി അറിയാത്ത ഒരാൾ വിശുദ്ധ ഖുർആനിലേക്ക് ശ്രദ്ധിച്ചാൽ അത് റബ്ബിന്റെ വചനമാണ്, മനുഷ്യനെ കൊണ്ടുണ്ടാക്കാൻ കഴിയില്ല. അത് നമ്മൾ എത്ര അറബി പഠിച്ചിട്ടും കാര്യമില്ല. ഖുർആനിനോളം എത്താൻ ഒരു മനുഷ്യനോ ജിന്നിനോ സാധ്യമല്ല. ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ, മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു മേശക്ക് ചുറ്റുമിരുന്നിട്ട് ഈ ഖുർആൻ പോലത്തെ ഒരു ഗ്രന്ഥമുണ്ടാക്കാൻ അവരെങ്ങാനും പരിശ്രമിച്ചാൽ അതിന് സമാനമായത് കൊണ്ടുവരാൻ മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും സാധ്യമേ അല്ല എന്ന് വിശുദ്ധ ഖുർആൻ തീർത്തു പറയുന്ന അള്ളാഹുവിന്റെ ഈ കിതാബ് നമ്മളൊന്ന് കേൾക്കണം. അമുസ്ലിമീങ്ങളായ ആളുകൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് പ്രകമ്പനം കൊള്ളുന്നുണ്ട്, അത്ഭുതം തോന്നുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട് അവർക്ക്. നമ്മളും വിശുദ്ധ ഖുർആൻ ഒന്ന് കേൾക്കുക, നമ്മൾ ഓതുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഭാവമുണ്ടായിരുന്നു, രാത്രികാലങ്ങളിൽ നബി തങ്ങൾ ഇങ്ങനെ നടക്കും വീടുകൾക്കിടയിലൂടെ. എന്തിനാണെന്നറിയോ? ആരെങ്കിലും ഖുർആൻ ഓതുന്നുണ്ടോ അവരുടെ ഖുർആനിന്റെ പാരായണം കേൾക്കാൻ. അന്നത്തെ വീടുകൾ അങ്ങനെയാണ്. ഇന്ന് നടന്ന നല്ല ഹിന്ദി സീരിയലിന്റെ സൗണ്ട് കേൾക്കാം അല്ലേ, മുസ്ലിം വീടുകൾക്ക് ചുറ്റും. ഇടയിലൂടെ നടന്നുപോയാൽ സിനിമ, കോമഡി പരിപാടികൾ, റിയാലിറ്റി ഷോകൾ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. സമയത്തിന്റെ വില അറിയാത്തവരാണത് ചെയ്യുന്നത്. അത്രയും ഞാൻ പറയൂ. സമയത്തിന്റെ വില അറിയാത്തവർ. മനുഷ്യനിവിടെ പലതും ചെയ്യാനുണ്ട്, ഒരുപാട് നന്മ ചെയ്തു തീർക്കാനുണ്ട്, ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് സമയം ഇങ്ങനെ ടെലിവിഷന്റെ മുമ്പിൽ കൊല്ലാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് അന്നത്തെ വീടുകൾക്കിടയിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്നത്. ആരൊക്കെയാണ് ഖുർആൻ ഓതുന്നത്, ഏതൊക്കെ സൂറകളാണ് ഓതുന്നത് എന്ന് കേൾക്കാൻ. അങ്ങനെ ഒരു വീടിന്റെ അരികത്തുകൂടെ പോകുമ്പോൾ ഒരു പ്രായമായ ഉമ്മ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ഉമ്മ ഓതുകയാണ്, ഹൽ അതാക ഹദീസുൽ ഗാഷിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോകുമ്പോൾ ഫസ്തമഅ മറത്തൻ മിനൽ മറാത്തി മിൻ വറാഇൽ ബാബ്. വീടിന്റെ വാതിലിന്റെ മുമ്പിൽ, അന്നത്തെ വീടുകൾ അങ്ങനെയാണ്, വഴിയിലേക്കാണ് തുറക്കുക. വഴിവക്കിലുള്ള പഴയകാല വീടുകളൊക്കെ നമ്മൾ സങ്കല്പിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. വാതിൽ അന്ന് മുറ്റങ്ങളില്ലല്ലോ, തുറക്കുന്നത് റോഡിലേക്ക്. ആ വാതിലിന്റെ അരികത്ത് മുത്തനബി തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ പ്രായമായൊരു വല്യുമ്മ ഖുർആൻ ഓതുന്നത് കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പ്രായമുള്ള ആളുകൾ ടിവിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എനിക്ക് അതിലാണ് പേടി. സമയം കഴിഞ്ഞ് അസർ കഴിഞ്ഞ് മഗ്രിബ് ആവാനായി, എന്നിട്ടും ടിവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഏത് ആയുസ്സിലാണ് ഞാൻ പറയുന്നത്. ആയുസ് അസർ കഴിഞ്ഞ് മഗ്രിബായിട്ടുണ്ട്, എന്നിട്ടും സീരിയലും സിനിമാ നടന്മാരുടെ കഥകൾ. ഞാൻ പറയട്ടെ, വീട്ടിലെ വാപ്പ മകൻ്റെ മകളെ കയറി പിടിച്ചു എന്ന് പറയുന്നത്, വാപ്പ മകളെ കയറി പിടിച്ചു, വീട്ടിൽ വരുന്ന ജോലിക്കുന്ന പെണ്ണിനുമായി ഭർത്താവിന് അവിഹിത ബന്ധമുണ്ടോ, ഇതൊക്കെ ഏത് ഭർത്താക്കന്മാരെന്ന് പറയുന്നത് സിനിമ കാണുന്ന ആളുകളാണ്.
അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരേ. സിനിമയോ സീരിയലോ ഇതിലുള്ള നൃത്തരംഗങ്ങളും സിനിമ അതിൻ്റെ അഭിനയങ്ങളുമൊക്കെ മനുഷ്യനെ വ്യഭിചാരത്തിനാണ് പ്രേരിപ്പിക്കുന്നത്. അങ്ങനത്തെ വാപ്പമാരായി കയറി പിടിക്കുന്ന പരിപാടി ചെയ്യുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ ഉപ്പ വീട്ടിലുള്ളത് കൊണ്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഫാമിലി ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താവിൻ്റെ ഉപ്പാക്ക് മാനസിക രോഗമാണ് എന്ന് അവർ പറയാറ്. അപ്പോൾ എന്താ ഈ മാനസിക രോഗം എന്ന് ആലോചിച്ചപ്പോഴാണ് അവരാ കുടുംബം വിഷയം പറഞ്ഞത്. സ്വന്തം മകൻ്റെ ഭാര്യയെ വാപ്പ കണ്ണുവെച്ച് നടക്കാൻ. ഇതെങ്ങനത്തെ വാപ്പയെന്നറിയോ? ഈ റിമോട്ട് പിടിച്ച് നടക്കുന്ന വാപ്പമാർ. ആ സ്വഭാവമുള്ളവർക്കിത് വരും.